ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ മിഗ് 21 യുദ്ധവിമാനങ്ങളുടെ വിടവാങ്ങൽ ചടങ്ങ് നടക്കുന്നത് ചണ്ഡീഗഡിലെ ഈ എയർഫോഴ്സ് സ്റ്റേഷനിലാണ്. രാവിലെ 11 മണിക്കാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്, കരസേനാ മേധാവി, നാവികസേനാ മേധാവി തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഇന്ത്യയുടെ ഈ ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനവും പോരാട്ട വീര്യത്തിൻ്റെ കരുത്തുമായിരുന്നു മിഗ് 21 യുദ്ധവിമാനങ്ങൾ. 1963 മിഗ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. അന്ന് ആദ്യം എത്തിയ മിഗ് യുദ്ധവിമാനങ്ങൾ ചണ്ഡീഗഡിലെ എയർഫോഴ്സ് സ്റ്റേഷനിലായിരുന്നു സ്റ്റേഷൻ ചെയ്തിരുന്നത്. തുടർന്നാണ് മിഗ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ സുപ്രധാനമായ പല പോരാട്ടങ്ങളിലും അഭിമാനാർഹമായ ഈ പോരാട്ട വീര്യം കാഴ്ചവെച്ചത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും 1971 ഇന്ത്യ പാക് യുദ്ധത്തിലും നിർണായകമായ ഇന്ത്യയുടെ വജ്രായുധമായിരുന്നു മിഗ് 21 യുദ്ധവിമാനങ്ങൾ. 1999 കാർഗിൽ സമയത്ത് ഈ പാകിസ്ഥാൻ്റെ ഈ കമാൻഡ് സെൻറ്ററുകളും മറ്റും തകർക്കുന്നതിൽ നിർണായകമായ പങ്കായിരുന്നു ഈ മിഗ് 21 യുദ്ധവിമാനങ്ങൾ വഹിച്ചിരുന്നത്. ബാലാകോട്ട് ആക്രമണ സമയത്ത് ഈ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയതും മിഗ് 21 യുദ്ധവിമാനങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂറിലും മിഗ് 21 യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ പോരാട്ട വീര്യങ്ങൾക്കിടയിലും വിജയഗാഥകൾക്കിടയിലും മിഗിനെ സംബന്ധിച്ചിടത്തോളം താഴ്ചകളുടെ ചില കഥകളും ഉണ്ടായിരുന്നു. കാരണം ഏതാണ്ട് 400ഓളം മിഗ് 21 യുദ്ധവിമാനങ്ങളാണ് ഈ കാലയളവിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടെ തകർന്നു വീണത്. 400ഓളം വൈമാനികർക്കും കാര്യമായ തോതിൽ വൈമാനികർക്കും ഇതിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ 40ഓളം സിവിലിയന്മാർക്കും ഇതിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഫ്ലൈയിങ് കോഫിൻ എന്ന ദുഷ്പേര് മിഗിന് ഉണ്ടാകാൻ കാരണം ഇത്തരം അപകടങ്ങളായിരുന്നു. ഏതായാലും ഈ മിഗിൻ്റെ പകരക്കാരായി എത്താൻ വേണ്ടി പോകുന്നത് തേജസ് യുദ്ധവിമാനങ്ങളാണ്. തേജസിൻ്റെയും ഇന്നത്തെ ഈ വിടവാങ്ങൽ ചടങ്ങിൽ അണിനിരക്കുന്നുണ്ട്. ഏതായാലും പ്രൗഢഗംഭീരവും രാജകീയവുമായ ഒരു വിടവാങ്ങൽ ചടങ്ങിലാണ് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന മിഗ് 21 ഇപ്പോൾ നൽകുവാൻ വ്യോമസേന തയ്യാറെടുക്കും. ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വിടവാങ്ങൽ ചടങ്ങാണ് ഉള്ളത്. ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ജഗദീഷ് മിശ്രനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.